നമസ്കാരം. നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള രാജ്യത്തിൻ്റെ അധിപൻ പിണറായി വിജയൻ സാർ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരും വിദ്യാർത്ഥി സംഘടനയെന്ന് പറയപ്പെടുന്ന SFIയും ഒക്കെ തമ്മിലുള്ള ശീതസമരം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരെ നമ്മൾ കണ്ടതാണ്. എത്രമാത്രം ആ മനുഷ്യനെ അധിക്ഷേപിച്ചു. എന്തായിരുന്നു കാരണം? ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതിന് പിണറായി വിജയൻ കൊണ്ടുവന്ന ബില്ലിനെ അംഗീകരിക്കാത്തതടക്കം നിരവധി കാരണങ്ങളുണ്ട്. അദ്ദേഹത്തെ SFIക്കാർ വഴിതടഞ്ഞതും അദ്ദേഹം പുറത്തിറങ്ങി അവരെ നേരിട്ടതുമൊക്കെ നമ്മൾ കണ്ടു. കേരള ഗവർണർ സ്ഥാനമൊഴിഞ്ഞ് അദ്ദേഹം പോയപ്പോൾ സാമാന്യ മര്യാദ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകാൻ പോലും സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയോ തയ്യാറായില്ല. ആരിഫ് മുഹമ്മദ് ഖാനിന് ശേഷം രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണറായെത്തി. അപ്പോൾ കമ്മികൾ സന്തോഷിച്ചു. എന്നാൽ കമ്മികളുടെ ആ സന്തോഷമെല്ലാം ഒറ്റയടിക്ക് കെട്ടടങ്ങി. തൻ്റെ സുരക്ഷാ ജീവനക്കാരിൽ ചിലരെ പിൻവലിച്ച് പകരം സർക്കാരിന് വേണ്ടപ്പെട്ട ചിലരെ തിരുകി കയറ്റിയത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ DGPയുടെ ചുമതല വഹിക്കുന്ന മനോജ് എബ്രഹാമിനെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി നിർദ്ദേശം നൽകി. ആ നിർദ്ദേശം DGP അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ കമ്മികളുടെ മണ്ടയ്ക്ക് വീണ്ടും അടി നൽകിയിരിക്കുകയാണ് ഗവർണർ. SFIക്കാർ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിൻ്റെ ചേംബറിലേക്ക് തള്ളിക്കയറുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഓഫീസിൽ പതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ഗവർണർ അടിയന്തരമായ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. കേരള സർവകലാശാലയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അദ്ദേഹം അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇതിനിടയിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചതിൻ്റെ പേരിൽ സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന് VC കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. SFIക്കാർ സർവകലാശാല വളപ്പിൽ കെട്ടിയ പന്തൽ പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടികളും എടുക്കാത്തതും വിദ്യാർത്ഥികൾ ചേംബറിൽ അതിക്രമിച്ചു കടന്ന് പോസ്റ്ററുകൾ പതിച്ചതും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും ഈ സംഭവങ്ങളിലൊക്കെ ഉത്തരവാദികളായ SFIക്കാർക്കെതിരെ രജിസ്ട്രാർ നടപടിയെടുത്തില്ലെന്നുമാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വിജയികളെ സർവകലാശാല ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിനെതിരെയാണ് SFI കുറച്ചു ദിവസങ്ങളായി സർവകലാശാല വളപ്പിൽ പന്തൽ കെട്ടി അഴിഞ്ഞാടുന്നത്. എന്തായാലും ഇന്ന് ഈ പന്തൽ പോലീസ് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. കേസിൽ ഹൈക്കോടതിയുടെ വിധിയുണ്ടാകാതെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നാണ് VCയുടെ നിലപാട്. അപ്പോൾ പറഞ്ഞു വന്നത്, പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിലിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കള്ളത്തരങ്ങൾക്കും മണ്ടത്തരങ്ങൾക്കും കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കമ്മികൾ സമൂഹ മാധ്യമങ്ങളിലടക്കം അപമാനിച്ചു. അദ്ദേഹത്തിൻ്റെ വഴി തടഞ്ഞു. സ്ഥാനമൊഴിഞ്ഞു പോയപ്പോൾ ആശ്വസിച്ചു. എന്നാൽ പുതിയ ഗവർണർ ചുമതല ഏറ്റെടുത്ത മാസം 2 ആയില്ല, അദ്ദേഹം പണി തുടങ്ങി. രാജേന്ദ്ര ആർലേക്കർ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് കമ്മികളുടെ മണ്ടത്തരം. ബീഹാറിലും ഹിമാചൽ പ്രദേശിലും ഗവർണറും ഗോവയിൽ ക്യാബിനറ്റ് മന്ത്രിയും ഗോവൻ നിയമസഭയിൽ സ്പീക്കറുമൊക്കെ ആയതിനു ശേഷമാണ് ആർലേക്കർ ഇങ്ങ് കേരളത്തിലേക്ക് എത്തുന്നത്. തുടക്കം RSSൽ. അപ്പോൾ പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും SFI കമ്മികൾക്ക് ശനിദശ വിട്ടൊഴിയുന്നില്ല എന്നുറപ്പായി. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.